കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണീയം ദശകം 2 ശ്ലോകം 9. അപ്പോൾ അത്യായാസകരാണി കർമ്മപടലാനാചാര്യനിര്യന്മലാ ബോധേ ഭക്തിപഥേ തവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഹി. നമുക്ക് അർത്ഥം നോക്കാം. അത്യായാസകരാണി എന്താ പറയുക, എന്താ അർത്ഥം വെച്ചാൽ ഭയങ്കര വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ക്ലേശത്തോടു കൂടി ക്ലേശത്തോടു കൂടിയിരുന്നു തന്നെ അത്യായാസം വളരെ എഫർട്ടോട് കൂടിയിട്ട് കർമ്മപടലാനി വെച്ചാൽ കർമ്മങ്ങളുടെ ഒരു കൂട്ടത്തിനെ അല്ലെങ്കിൽ കർമ്മ സമൂഹങ്ങളെ, അതായത് പടലം പറഞ്ഞു വെച്ചാൽ ഈ നമ്മൾ പഴത്തിൻ്റെയൊക്കെ പടല പറയൂല, അതായത് കുറേ എണ്ണം ഉണ്ടാവുന്നത്, അതുപോലെ കർമ്മ പടലാനി വെച്ചാൽ കർമ്മത്തിൻ്റെ ഒരു കൂട്ട കുറേ കർമ്മ സമൂഹങ്ങൾ ആചരിച്ചിട്ട്, അതായത് അനവധി കർമ്മങ്ങൾ ചെയ്തിട്ട് നിര്യന്മലാഹ, അതായത് മലം വെച്ചാൽ ഇവിടെ ശരിക്കും പറയാച്ചാൽ മനസ്സിൻ്റെ മല എന്താ, മനസ്സിൻ്റെ എന്താണ് ഈ അഴുക്ക് അല്ലെങ്കിൽ ഡർട്ട് എന്താ, മനസ്സിൻ്റെ ഡർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാമക്രോധ മദലോഭ മോഹ മാത്സര്യാദികൾ, ആ ഷഡ് വൈരികളെയാണ് നമ്മൾ മനസ്സിൻ്റെ മലം എന്ന് പറയുന്നത്, അതായത് മനസ്സിലത്തെ ഡർട്ട് എന്ന് പറയണത്. അപ്പോൾ അനവധി നല്ല കർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട്, അതാണ് അത്യായാസകരാണി, ബുദ്ധിമുട്ടിയിട്ട് അനവധി കർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ ആചരിച്ചിട്ട് നമ്മളെ ഈ രാഗദ്വേഷങ്ങൾ, ആ ഷഡ് വൈരികളെയൊക്കെ നശിച്ചിട്ടുള്ള കർമ്മയോഗികൾ ബോധേ, പിന്നെന്താ ബോധേച്ച ഇവിടെ ജ്ഞാനയോഗത്തിൽ അല്ലെങ്കിൽ അഥവാ അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലോ കർമ്മയോഗം ചെയ്തിട്ട് ചിത്തശുദ്ധി വന്നതിന് ശേഷം എന്നർത്ഥം. പിന്നെ ബോധേച്ചാൽ ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ അഥവാ ഭക്തിമാർഗത്തിലോ ഉചിതതാം, അതായത് യോഗ്യത, അതായത് ക്വാളിഫൈഡ്, ഉചിതതാം വെച്ചാൽ ഇവിടെ ക്വാളിഫിക്കേഷനാണ്, ക്വാളിഫൈഡ് ആവുന്നുണ്ട്. എന്തിന് ഉചിതതാം ആയാന്തി പറഞ്ഞാൽ ക്വാളിഫൈഡ് ആവണമെന്ന്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കർമ്മയോഗം ചെയ്തിട്ട് ചിത്തശുദ്ധിക്ക് മാത്രമേ കാര്യമുള്ളൂ എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ചിത്തശുദ്ധാവും. പിന്നെ ഒന്നെങ്കിൽ ജ്ഞാനയോഗം ചെയ്യണം, ജ്ഞാനയോഗത്തിൽ കൂടെ ജ്ഞാനം സമ്പാദിച്ച് അഹം ബ്രഹ്മാസ്മിന്ന് അനുഭവം വരണം. അല്ല വെച്ചാൽ ഭക്തിയോഗം സ്വീകരിച്ചിട്ട് ഭക്തി കൊണ്ട് ഭഗവാനും ഞാനും ഒന്നാണ് എന്നുള്ള മോക്ഷം, പരമാത്മ സായുജ്യം ഉണ്ടാവണം. കർമ്മയോഗം കൊണ്ട് ഇതിന് ഈ ഭക്തിയോഗത്തിലേക്കോ ജ്ഞാനയോഗത്തിലേക്കോ കടക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആവണേ ഉള്ളൂ. കർമ്മയോഗം കൊണ്ട് പരമാത്മ സാക്ഷാത്കാരം കിട്ടില്ല, കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി മാത്രമേ കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ജ്ഞാനയോഗത്തിൽ കൂടെ പോയിട്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭവം ഉണ്ടാവണം, അല്ലാച്ചാൽ ഭക്തിയോഗത്തിൽ കൂടെ പോയിട്ട് പരമാത്മ സാക്ഷാത്കാരം, ഞാനും ഭഗവാനും ഒന്നാണെന്ന്, ആ ഭഗവാനെ അത്രയധികം സ്നേഹിച്ചിട്ട് എല്ലാവരിലും ഭഗവാനാണെന്ന് കണ്ട് എല്ലാറ്റിനെയും സ്നേഹിച്ച് അങ്ങനെ ഭഗവാനിൽ ലയിക്കണം. അത് ഏതെങ്കിലും ഒന്ന് വേണം. ഉചിതതാം ആയാന്തിച്ചാൽ അതിനുള്ള യോഗ്യത ഉണ്ടാവുന്നു, ക്വാളിഫൈഡ് ആവുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കർമ്മയോഗം കൊണ്ട് മറ്റേ 2 പദത്തിലേക്ക് ഏതിലേക്കെങ്കിലും ഒന്ന് പോകാനുള്ള ക്വാളിഫൈഡ് ആവണേ ഉള്ളൂ. പിന്നെയോ താവതാ കിം, അതുകൊണ്ട് എന്താ കാര്യം? ശരിയാണ്, ചിത്തശുദ്ധി ഉണ്ടായി എന്നുള്ള കാര്യമുണ്ട്, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലെത്തണില്ല, അല്ലേ? മോക്ഷം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലെത്തണില്ല. അന്യേഹേ പുനഃ, മറ്റു ചിലരാകട്ടെ, അതായത് കർമ്മയോഗം പോരാന്ന് സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു കേട്ടോ. പിന്നെയോ അന്യേഹ പുനഃ, വേറെ ചിലരോ തർക്കപഥേ, അതായത് വേദാന്തത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് യുക്തി കൊണ്ടേ നമ്മൾ ലോജിക്കലായിട്ട്
ഈ സത്യത്തിലെത്താൻ ശ്രമിക്കുക. ലോജിക്കലി പോയിട്ട്, അതാണ് തർക്കശാസ്ത്രമൊക്കെ, അതാണ്. അപ്പോൾ തർക്കപഥേ വേദാന്ത ശാസ്ത്രമൊക്കെ പഠിച്ച് ഭയങ്കരമായിട്ട് ഉള്ള വിഷമിച്ച പരം ക്ലിഷ്ടുവ, വളരെ ക്ലേശത്തെ ചെയ്യണം. അതായത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് എല്ലാറ്റിനെയും മാറ്റി മാറ്റി ഇന്നാ ഇതി നമ്മൾ പറഞ്ഞില്ലേ, നേതി ഇതല്ല എല്ലാറ്റിനെയും മാറ്റി മാറ്റി അവസാനം എന്തവശേഷിക്കുന്നു, അതാണ് ബ്രഹ്മെന്ന് ലോജിക്ക് ഉപയോഗിച്ചിട്ട് വേണം. തർക്കശാസ്ത്രമൊക്കെ പഠിച്ച ഒരു ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് അത് ഇങ്ങനെയാണ് അങ്ങനെ നോക്കി പരം ക്ലിഷ്ടുവ പറഞ്ഞാൽ എന്താ, വളരെ ക്ലേശം, വളരെ ബുദ്ധിമുട്ടിയിട്ട് ചിത്താദ്രത്വം ഹൃദയ, ഇതൊക്കെ കഴിഞ്ഞ് മനസ്സിലായാലും ബ്രഹ്മത്തിനെ മറ്റ് മനസ്സിലായാൽ തന്നെ അവർക്ക് ചിത്താർദ്രത്വം ഇല്ലയെന്ന്. ഹൃദയച്ചാൽ ഇല്ലാതെ, അതായത് അവർ മനസ്സിനൊരു അലിവില്ല. ഇങ്ങനെയൊക്കെ ഭയങ്കര തർക്കം ലോജിക്കിൽ കൂടെ ഒക്കെ പോയി, അതായത് നമ്മൾ യുക്തി പറയും, യുക്തിയായിട്ട് വാദിച്ചിട്ടൊക്കെ അവസാനം ഇങ്ങനൊരു എല്ലാറ്റിനും പിന്നിലൊരു ശക്തി ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴും മനസ്സിലാക്കിയിരിക്കും. പക്ഷേ അപ്പോഴും അവർക്ക് ആ മനസ്സിനൊരു ആർദ്രത ഇല്ല, അതായത് മനസ്സിനൊരു അലിവില്ല. നമ്മൾ പറയുന്ന ആ സഹൃദയത്വം അവർക്ക് ഉണ്ടാവണില്ല. ബ്രഹ്മാഖ്യം, ബ്രഹ്മം എന്ന പേരോട് കൂടിയ തവ വപുഹു, അങ്ങയുടെ സ്വരൂപത്തെ. അപ്പം അങ്ങനെയൊക്കെ ആയാലും മനസ്സിന് അലിവില്ലാത്തതുകൊണ്ട്, സഹൃദയത്വം ഉണ്ടാവാത്തതുകൊണ്ട് എന്താച്ചുണ്ടോ, അങ്ങ് ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞുവല്ലോ നമ്മളെ ഗുരുവായൂരുള്ള ഭഗവാൻ. ആ ബ്രഹ്മം ഒരു ശരീരം എടുത്ത് വന്നിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ബ്രഹ്മാഖ്യം തവ വപു, ബ്രഹ്മം എന്ന പേരോട് കൂടിയ അങ്ങയുടെ ആ സ്വരൂപത്തെ, അതായത് രൂപമില്ലാത്തതാണല്ലോ ബ്രഹ്മം, രൂപത്തോടു കൂടിയുള്ളത് നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പം രൂപമില്ലാത്ത ആ നിർഗുണ ബ്രഹ്മത്തെ വിചിന്യ, ആലോചിച്ച്, എന്താ ഒരു രൂപമില്ല, എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലതൊന്ന് ഇമാജിൻ ചെയ്യാൻ. എങ്ങനെയെങ്കിലും യുക്തിയൊക്കെ ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് വിചിന്യ, പലതരത്തിലും ആലോചിച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ബഹുശഃ ജന്മാന്തരേഹി സിദ്ധ്യന്തി, ചിലപ്പോൾ അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം കിട്ടിയെന്ന് വരാം. അപ്പം ആദ്യത്തെ പകുതിയിൽ എന്താ പറഞ്ഞാൽ, കർമ്മയോഗം കൊണ്ട് നമ്മൾ ചിത്തശുദ്ധി വന്ന് അവിടെ നമ്മൾ സ്റ്റക്കാവും. പിന്നെ ജ്ഞാനയോഗത്തിലോ ഭക്തിയോഗത്തിലോ പോകണം. അപ്പോൾ കർമ്മയോഗം പോരാ. പിന്നത്തെ രണ്ടാമത്തെ ഭാഗം ശ്ലോകത്തിൻ്റെ എന്താ പറഞ്ഞ വെച്ചാൽ, ജ്ഞാനം തർക്കപഥം, അതായത് ജ്ഞാനയോഗത്തിൽ എന്താ വെച്ചാൽ ഈ ഭക്തി ഇല്ലാണ്ടാണ്, വെറും ജ്ഞാനാണ്. അപ്പം എന്താ വെച്ചാൽ യുക്തി കൊണ്ട് ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ എല്ലാം മാറ്റി അവസാനം ബ്രഹ്മം എന്നുള്ള ഇതിലെത്തിയെന്ന് വെച്ചോളൂ. എത്തിയാലും അവർക്ക് ഈ ഹൃദയത്തിനൊരു അലിവ് വന്നിട്ടുണ്ടാവില്ല, മനസ്സിനൊരു അലിവില്ല. അപ്പം അത് കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും അത് രസമില്ല, ചെയ്യണേനൊരു രസമില്ല, മനസ്സിന് അലിവില്ലാതെയാണ് അത് മനസ്സിലാക്കണത്. അപ്പം അത് കാരണം നമുക്ക് ഈ ഭക്തിമാർഗത്തിലുള്ള ആ ഒരു ആനന്ദമൊന്നുമില്ല. പക്ഷെ അവരും പിന്നെ മോക്ഷമൊക്കെ കിട്ടും. പക്ഷേ ആ ബഹുശഃ ജന്മാന്തരേ, ചിലപ്പോൾ ജന്മജന്മങ്ങളെടുക്കും മോക്ഷം കിട്ടാൻ. അപ്പോൾ മേപ്പത്തൂർ എന്താ പറഞ്ഞ വെച്ചാൽ, കർമ്മയോഗം അത്ര അഭിലഷണീയല്ല, മീൻസ് അത്ര ഡിസൈറബിൾ അല്ല. മലയാളത്തിൽ നമ്മൾ അഭിലഷണീയം എന്ന് പറയാം. കർമ്മയോഗം അത്ര ഡിസൈറബിൾ ഒന്നും അല്ല, അഭിലഷണീയല്ല. പിന്നെ ജ്ഞാനയോഗമാണെങ്കിലും ഇതുപോലെയാണ്, ചിത്താർദ്രത്വം ഹൃദയ, മനസ്സലിയാത്ത ഒരു തരത്തിലുള്ളൊരു അപ്രോച്ചാണത്. അപ്പം എന്താ വെച്ചാൽ മോക്ഷം കിട്ടുണ്ടാവും കുറേ ജന്മം കഴിഞ്ഞാലേ, കാരണം മനസ്സലിഞ്ഞിട്ടങ്ങോട്ട് നമ്മൾ വേഗം ലയിക്കും ഭഗവാനിലെ. അതില്ലാത്തതുകൊണ്ട് കുറേ ജന്മങ്ങൾ എടുക്കും. അതുകൊണ്ട് ജ്ഞാനയോഗവും അത്ര ഡിസൈറബിൾ അല്ല, അഭിലഷണീയല്ല എന്നാണ് ഇപ്പോൾ സിദ്ധിക്കണത് ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞത്. അതായത് ഭക്തിയോഗം തന്നെയാണ് നല്ലതെന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണ്, ഇത് രണ്ടും അല്ല നല്ലതാണ് പറഞ്ഞിട്ടേ. അപ്പോൾ പല ക്ലേശങ്ങളും സഹിച്ചിട്ട് നമ്മൾ ഈ കർമ്മയോഗം ചെയ്താൽ പല വിധത്തിലുള്ള കർമ്മങ്ങളും, ഇപ്പോൾ അനവധി ഹോമങ്ങൾ, അല്ലെങ്കിൽ കുറേ പൈസ ചിലവാക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിച്ചിട്ട് അത് നടക്കിൽ വയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പതിവുണ്ടല്ലോ. പല വ്രതങ്ങളും, ഭയങ്കര വിഷമുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക, എന്നിട്ട് ജപങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുക. ഇങ്ങനെ പല ക്ലേശങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മുടെ നിത്യവും, ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, നിത്യവും നൈമിത്തികവും സകാമകർമ്മങ്ങളും
പിന്നെന്താണ് ഒക്കെ ഒരു മന്ത്രത്തിലോ തന്ത്രത്തിലോ ഒന്നും ഒരു തെറ്റ് വരാതെയൊക്കെ പിന്നെ ചെയ്ത് അത്ര കർമ്മം ചെയ്താൽ എന്താ ഇപ്പം അവസാനം കിട്ടുന്നതറിയോ? ചിത്തശുദ്ധി. അതായത് നമ്മുടെ മനസ്സിലത്തെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളൊക്കെ അങ്ങനത്തെ മാലിന്യമൊക്കെ ഡെർട്ടൊക്കെ നീങ്ങും. എന്നിട്ട് ചിത്തശുദ്ധി വരും. പക്ഷെ ചിത്തശുദ്ധി വന്നാൽ നല്ലത് തന്നെയാണ്, വളരെ നല്ലതാണ്. പക്ഷെ പിന്നെ അവിടുന്ന് മോക്ഷത്തിലേക്ക് പോകണ്ടേ? അപ്പോൾ ഒന്നുകിൽ ജ്ഞാനയോഗത്തിലേക്ക് പോകണം, ജ്ഞാനയോഗത്തിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഭക്തിയോഗത്തിൽ കൂടെ പോകണം. അപ്പോൾ അവർ ശരിക്കും പറയാച്ചാൽ കർമ്മയോഗം ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനയോഗത്തിലേക്ക് പോവാൻ ക്വാളിഫൈഡ് ആവും, അല്ലെങ്കിൽ ഭക്തിയോഗത്തിലേക്ക് പോവാൻ ക്വാളിഫൈഡ് ആവും. അത്രയേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് കർമ്മയോഗം കൊണ്ട് മോക്ഷം സമ്പാദിക്കാൻ കഴിയില്ല എന്ന് അതാണ് പറയണത്. അപ്പോൾ പിന്നെ ഒന്നുണ്ട്, നല്ല പരിശുദ്ധമായിട്ടുള്ള മനസ്സാവുമ്പോൾ നമുക്ക് പതുക്കെ ജ്ഞാനയോഗത്തിൽ കൂടെ പോയിട്ട് വൈരാഗ്യവും ഒക്കെ വരാം. എന്നിട്ട് ജ്ഞാനയോഗത്തിൽ കൂടെ പോയിട്ട് നമുക്ക് ഈ പിന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രഷേഴ്സിനോടൊക്കെ വൈരാഗ്യം വന്ന് നമുക്ക് സ്നേഹപാശങ്ങളൊക്കെ പൊട്ടിച്ച് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ എന്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അതാണ് മേപ്പത്തൂരത്ത് പറയാൻ കാരണം, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അതായത് പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം ഇല്ല. കുറേശ്ശൊക്കെ നമുക്ക് ലൗകിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാൽ അതേസമയം അതികഠിനമായിട്ടുള്ള ഇൻട്രസ്റ്റും ഇല്ല അതിൽ. ഇതൊന്നും ശാശ്വതമല്ല എന്നൊക്കെ ബോധ്യമുണ്ട് നമുക്ക് മനസ്സിന്, എന്നാൽ കുറേശ്ശെ ഉണ്ടേനും. അപ്പം സാധാരണ നമ്മളെപ്പോലുള്ളവർക്ക് ഭക്തിയോഗം തന്നെയാണ് നല്ലതാണെന്നാണ് പറയണത്. അതിലൊരു ഒരു 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 ഇത് ഞാൻ വായിച്ചു, എന്താ പറയുക, ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കൊട്ടേഷൻ എന്താ അറിയുക, ന നിർവിർണോനാദിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിതാണ്. അതായത് പൂർണ്ണമായിട്ട് വൈരാഗ്യം വന്നിട്ടില്ല, എന്നാൽ വലിയ ആസക്തി ലൗകിക കാര്യങ്ങളോട് ഇല്ലേനും. ശരിക്കത്തിപ്പോൾ നമ്മളെ പോലെ തന്നെ എന്ന് പറയാം. അങ്ങനെയുള്ളവർക്ക് പിന്നെ ശരിക്കും പറയാച്ചാൽ ഭക്തിയോഗമാണ് നല്ലതെന്ന് പ്രമാണം തന്നെ ഉണ്ടെന്ന്. അതായത് അങ്ങനെ പറയണമെന്നുണ്ട് പല പിന്നെ വലിയ ആൾക്കാരും, അല്ലെങ്കിൽ പല പുരാണങ്ങളിലും ഒക്കെ അത് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ. അതെ. അപ്പോൾ കർമ്മയോഗ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വന്നാൽ നമുക്ക് പിന്നെയും ഭക്തിയോഗത്തിൽ പോണേ. അപ്പം അതൊന്നുമില്ലാതെ നേരം ഭക്തിമാർഗത്തിൽ ആർക്കും പ്രവേശിക്കാം. എന്താ വെച്ചാൽ ഭക്തിമാർഗം ചിത്തശുദ്ധി വരുന്നതിൻ്റെ മുമ്പ് ചിത്തശുദ്ധി വരാത്തവരും ക്വാളിഫൈഡാണ്. എന്നിട്ട് ആ ഭക്തിമാർഗത്തിൽ കടന്നാൽ പതുക്കെ ചിത്തശുദ്ധി വന്നോളും. അങ്ങനെയാണ് ഭഗവാനോടുള്ള അതുകൊണ്ടേ. അപ്പോൾ ആ അചഞ്ചലായിട്ടുള്ള ഭക്തി കൊണ്ട് പതുക്കെ ചിത്തശുദ്ധി ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഭഗവാനെ സ്നേഹിച്ച് ഞാനും ഭഗവാനും ഒന്നാണ് എന്നങ്ങോട്ട് ആവുമ്പോൾ പരമാത്മ സാക്ഷാത്കാരവും കിട്ടും. അതാണ് ഈ ഭക്തിയോഗം മതി പറയണത്. മറ്റത് ഇപ്പോൾ കർമ്മയോഗം ചെയ്താൽ ശരി ചിത്തശുദ്ധി ഉണ്ടായി എത്തി. പിന്നെ ജ്ഞാനയോഗത്തിന് അതികഠിന വൈരാഗ്യം വേണേ. അപ്പം സാധാരണക്കാർക്കൊന്നും അത് ഉണ്ടാവാൻ വയ്യ. ജ്ഞാനയോഗം നന്നല്ല എന്നല്ല, പക്ഷേ സാധാരണക്കാർക്ക് ഭക്തിയോഗം എത്രയോ അധികം ആസ്വാദ്യകരവും എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരു ഇതുണ്ടേ, ഈ മനസ്സിന് ആർദ്രത വന്നിട്ടില്ലെങ്കിൽ, പറഞ്ഞില്ലേ ജ്ഞാനമാർഗത്തിൽ അങ്ങോട്ട് നേരെ പോയാൽ, ഭക്തി ഇല്ലാതെ ജ്ഞാനമാർഗത്തിൽ അങ്ങ് നേരെ പോയാൽ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ പോലും മനസ്സിന് ആർദ്രത ഇല്ലാത്തതുകൊണ്ട് ശരിക്കും അവനൊന്നും തന്നെ വിരക്തന്മാരായോ എന്നൊന്നും അറിയില്ല. എന്നിട്ട് ഈ വേദാന്തം മുഴുവനെ പഠിച്ചിട്ട് അറിയുന്ന വിചാരിക്കും. എന്നിട്ട് വിരക്തന്മാരാണെന്ന് ശരിക്കും അഭിമാനിക്കും. എന്നിട്ട് അവനോന് തോന്നണ പോലെയൊക്കെ നിർഗുണ ബ്രഹ്മം ഇങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ട് അവനോൻ തന്നെ ഇമാജിൻ ചെയ്യും. അങ്ങനെയൊക്കെ ആയാൽ അനവധി കാലെടുക്കും. കാരണം ഈ അലിവില്ല, മനസ്സുകൊണ്ട് അലിയണില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്ന് ഭഗവാൻ പറയണു. വളരെ ജന്മങ്ങളുടെ അവസാനത്തിൽ ജ്ഞാനിയായ പുരുഷൻ എന്നെ പ്രാപിക്കുന്നു എന്ന്. ബഹൂനാം ജന്മനാം അന്തേ, അനവധി ജന്മങ്ങളുടെ അവസാനത്തിൽ ജ്ഞാനവാൻ, ജ്ഞാനുള്ള ആള് മാം പ്രപദ്യതേ, എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നുണ്ട്. അതായത് ജ്ഞാനം യോഗം നന്നല്ലായൊന്നുമില്ല, പക്ഷെ ചിത്താർദ്രത്വം ഉണ്ടാവില്ല. ചിത്തം മനസ്സലിയാൻ ആയതുകൊണ്ട് അനവധി ജന്മങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് പരമായിട്ടുള്ള സുലഭം, പിന്നെ എളുപ്പം, ആസ്വാദ്യകരം ഒക്കെ ഏതാണ്? ഭക്തിയോഗം തന്നെയാണെന്ന് സ്ഥാപിക്കുകയാണ് ഇതിലേ. അതായത് കർമ്മയോഗം ക്വാളിഫൈഡ് ആക്കണേ ഉള്ളൂ. അപ്പം അത് പോരാ. ജ്ഞാനയോഗമാണെങ്കിൽ നമുക്ക്
അനവധി ജന്മം വേണം എന്ന് പറയുകയാണ്. അപ്പം ചിത്തശുദ്ധി വൈരാഗ്യം അതാ. പിന്നെ ചിത്തശുദ്ധി വന്ന ആളൊക്കെ നല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ ജ്ഞാനമാർഗത്തിൽ പോവാട്ടോ. ചിത്തശുദ്ധി വന്നു, കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി കിട്ടി, ഓക്കെ. എന്നിട്ട് നല്ല വൈരാഗ്യം ഉണ്ടാച്ചോട്ടെ. എന്നാൽ വൈരാഗ്യം പൂർണ്ണമാണെങ്കിൽ ജ്ഞാനമാർഗത്തിൽ പോകാം. പക്ഷെ വൈരാഗ്യം അല്പേ ഉള്ളൂ വെച്ചാൽ, നമ്മളെ പോലെയാണ് വെച്ചാൽ എന്താ ഭക്തിമാർഗം നല്ലത്. അപ്പോൾ എന്തിനാ ഇപ്പം ഈ അസാധാരണമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് സഹിച്ച കർമ്മയോഗത്തിൽ കൂടെ ചിത്തശുദ്ധി ലഭിച്ച് പിന്നെ ഭക്തിയോഗത്തിൽ പോണ? ഭക്തിമാർഗത്തിൽ ആദ്യം തന്നെ വന്നാൽ പോരെ? അനായാസമാണല്ലോ. നല്ല അചഞ്ചലായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ തന്നെ ആ ചിത്തശുദ്ധി വന്നോളുന്നാണ് മേപ്പത്തൂരിൻ്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ചിലപ്പോൾ നമുക്ക് ഈ ജ്ഞാനമാർഗത്തിൽ കൂടെ പോയാലേ ഭക്തി ഇല്ലാത്തതുകൊണ്ട് ആ അഹങ്കാരം പോവാൻ അത്ര എളുപ്പമല്ല, ചിത്തം ലയിക്കില്ല പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് എന്തുണ്ടറിയോ, വലിയ അറിവാണെന്ന് നടിച്ചിട്ടേ ആരുടെ മുമ്പിലും കുമ്പിടാൻ വയ്യ എന്നുള്ളൊരു ഒരു ഇത് വരാൻ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ചിത്തശുദ്ധി വന്ന ചിത്തശുദ്ധി കൂടി പോവുകയും ചെയ്യും. പിന്നെ അനവധി കാലം എടുക്കും, അനവധി ജന്മാന്തരങ്ങൾ എടുക്കും പിന്നെ മോക്ഷം കിട്ടാനേ. അപ്പോൾ കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും ഫലം വളരെ ദൂരത്താണ്. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് സാധാരണ ആൾക്കാർക്ക്. അത് മാത്രമല്ല, സർവമധുരമായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ സ്നേഹിക്കണതും. അപ്പോൾ എല്ലാവർക്കും രുചികരമാണ് ഒരുപോലെ. ഈവൻ അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കൊക്കെ ഭഗവത് സ്വരൂപം അത്ര രുചികരമാണ്. അപ്പം എന്താ വെച്ചാൽ ഈ പരമാത്മസായുജ്യം നേരെ കർമ്മയോഗത്തിൽ നിന്ന് കിട്ടില്ല. ജ്ഞാനയോഗം വഴിക്കോ ഭക്തിയോഗം വഴിക്കോ എന്തായാലും പോകണം. അതിൽ അതിൽ ജ്ഞാനയോഗത്തിന് ചിത്തശുദ്ധി വേണമല്ലോ. അപ്പം പിന്നെ ആ ജ്ഞാനയോഗം നമുക്ക് അനവധി കാലം കൊണ്ടേ നമുക്ക് മുക്തി തരുള്ളൂ വെച്ചാൽ പിന്നെ ഭക്തിയോഗത്തിൽ പോവല്ലേ നല്ലത്. ഭഗവത് സ്മരണം കൊണ്ട് നമ്മുടെ മാലിന്യങ്ങളൊക്കെ അകന്നു പോവും. മനസ്സിൻ്റെ കാമക്രോധ ലോഭമോഹാദികളൊക്കെ അകന്ന് ചിത്തശുദ്ധി ഉണ്ടാവും. അപ്പം പിന്നെ നമുക്ക് എന്തിനാ വെറുതെ അല്ലാണ്ട് ചെയ്യണേ എന്നാണ് മേപ്പത്തൂരിൻ്റെ ഇത്. അതായത് ചിത്തശുദ്ധി കിട്ടണമെന്ന് മാത്രം വിചാരിച്ച അനവധി കാലം കർമ്മയോഗി ആയിരിക്കേണ്ട കാര്യമില്ല. നേരെ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നാണ് പിന്നെ നമ്മളോടുള്ള ഉപദേശം. ആരുടെ? മേപ്പയൂരിൻ്റെ. അപ്പം ചിത്തശുദ്ധി കർമ്മയോഗം കൊണ്ട് മാത്രമേ പാടൂന്നില്ല എന്ന് അത് മനസ്സിലായില്ലേ. വെറുതെ ഈശ്വരനെ സദാ സ്മരിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവും. ഭജനം, കീർത്തനം, നാമം ചെല്ലുക അതേ വേണ്ടൂ. വേറെ വിഷമമുള്ള ഒരു ജപഹോമാദികളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയണത്. വെറുതെ ഭഗവാനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. വെറുതെ പിന്നെ ഈ എന്താ പറയുക ജ്ഞാനയോഗത്തിലത്തെ പോലെ പിന്നെ എന്താണ് പറയുക, ശങ്കരാചാര്യ ശിവാനന്ദലഹരിയിൽ പറയുന്നില്ലേ, വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീഹി. അതായത് എന്തിനാ അങ്ങനെ തല തല്ലി കണ്ഠക്ഷോഭം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ വെറുതെ ഭക്തി പോരെ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ തർക്കം ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് യുക്തിവാദമൊക്കെ ചെയ്തിട്ട് എല്ലാം ഇതല്ല എന്ന് അവസാനം വരുന്നതാണ് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് നിർഗുണ ബ്രഹ്മത്തിനെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ച് അതിന് രൂപമില്ല, ഗുണമില്ല, എങ്ങനെ ഇമാജിൻ ചെയ്യുക? അങ്ങനെയൊക്കെ നമ്മൾ കണ്ഠക്ഷോഭം വെച്ചാൽ വെറുതെ തർക്കിക്കൊക്കെ ചെയ്തിട്ട് എന്തിനാ കഷ്ടപ്പെടണത്? വെറുതെയാണ് പിന്നെ ജ്ഞാനയോഗത്തിൽ പോയിട്ട് ഈ കഷ്ടപ്പെടുന്നത്. കണ്ഠക്ഷോഭം എന്നാണ് ഈ ഇതിൽ ശിവാനന്ദ ലഹരിയിലും പിന്നെ പറഞ്ഞ വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസ തർക്കവചസ. തർക്കത്തിനൊക്കെ പോയിട്ട് അതിനൊന്നും ആവശ്യമില്ലല്ലോ, വെറുതെ ഭഗവാനെ സ്നേഹിച്ചാൽ പോരെ എന്നാണ്. അപ്പം ജ്ഞാനയോഗം ഒട്ടും അഭിലഷണീയല്ല. പിന്നെ അതാണ് പിന്നെ മേപ്പത്തൂര് പറഞ്ഞ അത്യായാസകരാണി കർമ്മപടലാൻ ആചാര്യ നിര്യന്മല. കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വരികയൊക്കെ ചെയ്യും. നിര്യന്മല പറഞ്ഞല്ലോ, അതായത് നമ്മളത്തെ മനസ്സിലത്തെ പിന്നെ ഡെർട്ടൊക്കെ കളയാമെന്ന് പറഞ്ഞു. അനവധി കർമ്മ പടലം, അതായത് അത്ര കർമ്മങ്ങൾ ചെയ്യണം. ജപം, ഹോമം, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക അത്യായാസമായിട്ട്. അതാണ് അത്യായാസകരാണി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്നിട്ട് എന്താ, അത്രയും കർമ്മങ്ങൾ ചെയ്താൽ എന്താ, ചിത്തശുദ്ധി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ആദ്യം ഒന്നുകിൽ ഭക്തിയോഗത്തിൽ പോകണം അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ പോകണം. അതാണ്
മറ്റതും പറഞ്ഞല്ലോ, പരം തവ വപുർ ബ്രഹ്മാഖ്യം, അതായത് നിർഗുണായിട്ടും സഗുണായിട്ടും ഭഗവാൻ എന്താ പറഞ്ഞല്ലോ. അപ്പം ഈ ജ്ഞാനയോഗത്തിനാണെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിനാണ്. അപ്പം എത്ര വിഷമാണ് അതിൽ. പിന്നെ എങ്ങനെയാണ് നിർഗുണബ്രഹ്മം എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ. നേരെ തിരിച്ച് സഗുണാകുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണനാണെന്ന് വിചാരിക്കാം. ഈ ഭംഗിയുള്ള ഭഗവത് സ്വരൂപം എത്ര എളുപ്പമാണ് സ്നേഹിക്കാൻ. അതാണ്. പിന്നെ ആ ഒരു ഇതും പറയാതെ, അതായത് ചിത്താർദ്വത്വം ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, ഇങ്ങനെ ഈ തർക്കിക്കാൻ പോണവർക്കൊക്കെ എപ്പോഴും മനസ്സിനൊരു അലിവ് കുറവാവും, സഹൃദയത്വം കുറവാവും. അപ്പം തർക്കിച്ചിട്ടാണ് ഈ ജ്ഞാനമാർഗത്തിൽ, അതായത് ഇതല്ലാന്ന് നമ്മൾ ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അല്ലാന്ന് സ്ഥാപിച്ചിട്ട് തർക്കം വേണം. അതായത് എപ്പോഴും യുക്തി ഉപയോഗിച്ചിട്ട് വേണം, ഈ ലോജിക്കേ. അപ്പം അങ്ങനെ നമ്മൾ തർക്കിക്കാൻ തുടങ്ങുമ്പോൾ ഗുരു അല്ലെങ്കിൽ ഒരാളോട്, നല്ല അറിവുള്ള ഒരാളോട് തർക്കിച്ച് അതല്ല അങ്ങനെ ബോധ്യപ്പെടണം. അങ്ങനെയാണ് അവനെന്നെ ബോധ്യപ്പെടണം, ബ്രഹ്മം മാത്രമേ ഉള്ളൂന്നേ. അപ്പോൾ അങ്ങനെ ഒരു വാസന ഉള്ളവരുടെയൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. അങ്ങനെ ഈ തർക്കിക്കാൻ വാസന ഉള്ളവർക്ക് ഈ പിന്നെ ചിത്തത്തിന് അലിവ് കുറവാവി. അപ്പം ഈ വെറുതെ കോലാഹലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് വെച്ചാൽ ഇതിന് വേണ്ടിയാണ് തർക്കിക്കണ വെച്ചാൽ പോലും ശുഷ്കാണ് അവരുടെ, അതായത് ഡ്രൈ ആവും അവരുടെ മനസ്സേ. അതുകൊണ്ടാണ് എത്രയോ ജന്മങ്ങൾ എടുക്കുന്നത് പറയണതേ. ഭക്തിയോഗം കാണിച്ചാൽ അങ്ങനെയല്ല, ഭഗവാനെ സ്നേഹിക്കുകയാണ്. അപ്പം നമ്മൾ ആ പറഞ്ഞ ഉദാഹരണം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങോട്ട് അലിയും. അപ്പം ഭഗവാനാകുന്ന ആ രൂപം അവിടെ അങ്ങോട്ട് വന്നിരിക്കും. ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അലിഞ്ഞിരിക്കുകയാണ് കേട്ടോ, ലിക്വിഡായിട്ടിരിക്കുക. ആ സമയത്ത് ഭഗവാൻ അവിടെ വന്നിരിക്കും. പിന്നെ നമ്മൾ ആ ലിക്വിഡ് അങ്ങോട്ട് സോൾഡിഫൈ ചെയ്യുമ്പോൾ എന്താ, ഭഗവാൻ അവിടെ നിന്ന് പിന്നെ പോകാൻ പറ്റില്ല. നമ്മൾ ഭഗവാനെ അവിടെ അങ്ങോട്ട് പിടിച്ചിരുത്തും ആ സ്നേഹം കൊണ്ട്. അതാണ് ഭക്തിയോഗം നല്ലതാന്ന് പറയണത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈഹിന്ന, ചിത്താർദ്രത്വം ഇല്ലാത്തോണ്ടേ അനവധി ജന്മം കൊണ്ടേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന്. അപ്പം എന്താ ഈ ശ്ലോകത്തിൽ ഒന്നും കൂടിയും സ്ഥാപിച്ചു മേപ്പത്തൂര്. ഭക്തിയോഗം തന്നെയാണ് നമ്മളെപ്പോലെ വൈരാഗ്യം ഉറക്കാത്തവർക്ക്. ചിലപ്പോൾ നമുക്ക് വൈരാഗ്യം വരും, പക്ഷെ ചില സമയത്ത് നമുക്ക് വൈരാഗ്യം ഇല്ല. അതാണല്ലോ സത്യം, അല്ലേ? നമുക്ക് ഈ ശ്മശാന വൈരാഗ്യമൊക്കെ നമുക്കുണ്ട്. അതായത് ഇപ്പോൾ വല്ലവരും മരിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് സ്നേഹമുള്ളവർ മരിക്കുമ്പോൾ വൈരാഗ്യം വരണേനാണ് അത്ര ശ്മശാന വൈരാഗ്യം എന്ന് പറയേ. അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. അതുപോലെയാണ് നമ്മുടെ എല്ലാ വൈരാഗ്യവും. കുറച്ച് സമയത്തേക്കൊക്കെ തോന്നും നമുക്ക്, പക്ഷെ ശരിക്ക് നമുക്ക് വൈരാഗ്യം വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പറ്റിയ മാർഗം ഏത്? ഭക്തി മാർഗ്ഗമാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാവും. അങ്ങനെയാണ് മേപ്പത്തൂർ ഇതിൽ പറഞ്ഞത്. അപ്പം ഞാൻ ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലി അവസാനിപ്പിക്കാം. അത്യായാസകരാണി കർമ്മപടലാനാചാര്യ നിര്യന്മലാബോധേ ഭക്തിപഥേ തവാപ്യുചിതതാ മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.